സുഖല്ലേ? ഞാൻ സാനിയ. ആൻസി ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മളുടെ മാതാവിന്റെ സ്വർഹാരോഹണ തിരുനാളല്ലേ, പിന്നെ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ. എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് എല്ലാവരും കൂടി നിങ്ങൾക്കൊരു ചെറിയ പ്രോഗ്രാം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ആദ്യം പ്രാർത്ഥിക്കാം. നമ്മുടെ ജോഷി സർ ഒരു പ്രേയർ സോങ് നമുക്ക് വേണ്ടി ഇപ്പൊ പാടും. എല്ലാവരും കൈക്കുപ്പി പിടിച്ചേ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയ ക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യക്ഷതിയായി നാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു ജോഷി സാർ. സാനിയ പറഞ്ഞത് ശരിയാ. ഇനി നമുക്ക് ആഘോഷിക്കണ്ടേ? ആദ്യമായി നിങ്ങളെ വെൽക്കം ചെയ്യാൻ നമ്മളുടെ ഹെഡ് മിസ്റ്റർ ശോഭ മാം വരുന്നുണ്ട്. പ്ലീസ് വെൽക്കം ശോഭ മാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ടീച്ചേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള എൻ്റെ കുഞ്ഞുമക്കളെ, ഇന്ന് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതിന് 3 കാരണങ്ങളാണ്. ഒന്നാമതായി, ഇത് നമ്മുടെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. മറ്റൊരു കാരണം, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണെന്ന്. മൂന്നാമത്തത് കാരണം കൂടെ ഉണ്ട്.
പലപ്പോഴും നമുക്ക് ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ അതൊരു ഹോളിഡേ ആണ്, എല്ലാവർക്കും ഒരു പബ്ലിക് ഹോളിഡേ. അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം കൂടെ. ഈ നല്ലൊരു ദിവസത്തിന് വേണ്ടി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു ഉത്തമമായ മാതൃകയാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മാതാവിന് അത് സ്വീകരിക്കുന്ന വഴി അതിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രത്യാഘാതങ്ങളും അറിഞ്ഞിട്ടും മാതാവ് അതിനെ ദൈവഹിതമായിട്ട് സ്വീകരിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഒരു സമ്പൂർണ്ണ സമർപ്പണം മാതാവ് ദൈവത്തിന് കൊടുക്കുകയാണ്. മാതാവിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന്. മാതാവിനെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സന്തോഷമായോ ദുഃഖം തരുന്ന അനുഭവങ്ങളും ഉണ്ടാകാം. നമ്മളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകളും നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകളും ഉണ്ടാകുമ്പോൾ നമ്മൾ മാതാവിനെ പോലെ നമ്മുടെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ എന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾക്ക് മാതാവിനെ തന്നെ കൂട്ടുപിടിക്കാം. മാതാവിനെ അനുകരിക്കുന്ന നല്ല മക്കളായി നമുക്ക് ഏവർക്കും ആയിത്തീരാം. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒപ്പം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന എല്ലാ കലാപരിപാടികൾക്കും നിങ്ങൾ ഏവരെയും ഒത്തിരി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ മറിയം നമുക്കെല്ലാവർക്കും എന്നും കൂട്ടായിരിക്കട്ടെ. നന്ദി. താങ്ക് യു ശോഭ മാം. അപ്പൊ എല്ലാവരും വെൽക്കം കേട്ടോ. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ 10 കമാൻഡ്മെന്റ്സ് പറയാനായി നമ്മളുടെ മോസസ് അപ്പാപ്പ ഇപ്പൊ വരുന്നുണ്ട്. The Lord says, I am the Lord, your God. You shall have no other God before me. You shall not take the name of the Lord in vain. Remember the Sabbath day and keep it holy. Honor your father and mother. You shall not kill. You shall not commit adultery. You shall not steal. You shall not bear false witness against your neighbors. You shall not covet your neighbor's wife. You shall not covet your neighbor's goods. എന്തൊരു കമാൻഡിങ് ആയിരുന്നു നമ്മുടെ മോസസ് അപ്പാപ്പൻ്റെ. അത് നമ്മളുടെ ജോൺ സന്തോഷാണ് ഫ്രം 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ത് പ്രോഗ്രാമാ? ഇന്ന് അസംഷൻ ഓഫ് അവർ ലേഡി അല്ലേ? അപ്പോൾ നമുക്കൊരു നല്ല ടോക്ക് കേട്ടാലോ. ലെറ്റ്സ് വെൽക്കം ജോസ് സാർ നൗ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങളെല്ലാവർക്കും
ഇന്ന് ദിവസത്തിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ സ്നേഹപൂർവ്വം ഞാൻ നേർന്നുകൊള്ളുകയാണ്. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും സംശയമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ യേശുക്രിസ്തു മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നള്ളി മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. എമ്മാവോസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാർ കഥ കടച്ചിരിക്കുമ്പോൾ ഈശോ അവർക്ക് നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തോമാസ്ലീഗ ഉണ്ടായിരുന്നില്ല. തോമാസ്ലീഗ വാശി പിടിച്ചു, എനിക്ക് കർത്താവിനെ കാണണമെന്ന്. അപ്പോൾ പിന്നെ 2-ാമത്തെ ആഴ്ച വീണ്ടും ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് തോമാസ്ലീഗയോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ ഇതാ എൻ്റെ ഇതാ നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. 3-ാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ കടൽ തീരത്ത് വെച്ച് ഈശോ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 2-3 പ്രാവശ്യം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും 40-ാം ദിവസം ശിഷ്യന്മാർ കാണുകെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും ചെയ്തു. ഈശോയുടെ സ്വർഗാരോഹണത്തിനും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിനും 2 വ്യത്യാസമുണ്ട്. കാരണം യേശു ക്രിസ്തു ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു, പിതാവിൻ്റെ കൂടെയായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈശോ ഭൂമിയിലേക്ക് മനുഷ്യാവതാരമെടുത്ത് സ്ത്രീയിൽ നിന്നും ജാതനായി. തൻ്റെ രക്ഷാകര പദ്ധതി ഈശോ നടപ്പിലാക്കി. കാൽവരിക്കുന്നിൽ താൻ വന്നതിൻ്റെ ഉദ്ദേശം പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഈശോ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. അതിന് നമ്മൾ സ്വർഗാരോഹണം എന്നാണ് പറയുന്നത്, അസെൻഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പരിശുദ്ധ കന്യാമാതാവ് ഈ ലോകത്തിൽ തൻ്റെ ദൈവത്തിന് പ്രീതികരമായി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന് പ്രീതികരമായി വിശ്വസ്തയോടെ ജീവിച്ച് അവളുടെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട്, അവളുടെ ജീവിതത്തിൻ്റെ മഹത്വം കൊണ്ട് പിതാവായ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ സ്വർഗത്തിലേക്ക് മാലാഖമാരാൽ എടുക്കപ്പെടുകയാണ് ഉണ്ടായത്. നമ്മളുടെ ജപമാല പ്രാർത്ഥനയിൽ മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ 4-ാമത്തെ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ ഇത് സാധ്യമാകും? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് പരിശുദ്ധ ദൈവമാതാവ് സിയോൻ കുന്നിലുണ്ടായിരുന്ന ഒരു ഭവനത്തിൽ വെച്ചാണ് മറിയം നിത്യനിദ്രയിലേക്ക് ആഴുന്നത്. സിയോൻ കുന്നിൽ പരിശുദ്ധ കന്യാമറിയം ജെറുസലേമിൽ ഒലിവ് മലയുടെ താഴ്വരയിലുള്ള കെദ്രോൺ തോട്ടിലായിട്ടാണ് മറിയത്തെ അടക്കം ചെയ്യുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരാണ് പരിശുദ്ധ കന്യാമറിയത്തെ അടക്കം ചെയ്യുന്നത്. എന്നാൽ 3-ാം നൂറ്റാണ്ടിൽ ആ എഴുത്ത് നോക്കുമ്പോൾ 3-ാം നൂറ്റാണ്ടിൽ ആ കല്ലറയിൽ ഒന്നും കാണാനില്ല. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അഴുകിയ ഉടലോ ഒന്നും അവിടെ കാണാനില്ല. അപ്പോൾ അന്ന് തുടങ്ങി 3-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിത്യനിദ്രയുടെ ഓർമ്മ എന്ന് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നു. ആദ്യം അവർ ആഘോഷിച്ചിരുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിത്യനിദ്രയുടെ ഓർമ്മ എന്നാണ് ആഘോഷിച്ചിരുന്നത്. എന്നാൽ കാലപ്പോക്കിൽ 5-ാം നൂറ്റാണ്ടോടുകൂടി ഇത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളായി അവർ വിശ്വസിക്കുകയും ആഘോഷിക്കുവാനും തുടങ്ങി. അതിനെ അവർ വിശ്വസിച്ചിരുന്നത് പരിശുദ്ധ ദൈവമാതാവ് ശരീരത്തോടു കൂടിയും ആത്മാവോടു കൂടിയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മറിയത്തിൻ്റെ പേരിൽ തിരുശേഷിപ്പുകൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത്, മറിയത്തിൻ്റെ നാമത്തിൽ ഒരു ശൂന്യമായ കബറിടം അതിപുരാതന കാലം മുതലേ സിയോനിൽ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്നു. അപ്പോൾ ഈ 2 കാരണം കൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ചു പോന്നു. AD 451 കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് എഫേസസിലെ കൗൺസിൽ കൂടിയപ്പോൾ അവിടുത്തെ ചക്രവർത്തിയായിരുന്ന മാർസിയൻ ജെറുസലേം പാത്രിയാർക്കസിനോട് ചോദിച്ചു, മറിയത്തിന് തിരുശേഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മറിയം അപ്പോസ്തലന്മാരുടെ സന്നിധിയിലാണ് നിത്യനിദ്രയിൽ ആഴുന്നത്. അവർ മറിയത്തെ നിയമപ്രകാരം കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ പിന്നീട് കല്ലറ തുറന്നപ്പോൾ അത് ശൂന്യമായിരുന്നു. തന്നിമിത്തം മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന നിഗമനത്തിലാണ് ഈ കൗൺസിൽ
പിന്നീട് എത്തിയത്. അതായത് AD 451 കോൺസ്റ്റാന്റിനോപ്പിൾ കൂടിയ ഈ കൗൺസിൽ അവസാനം എത്തിയത് എന്താണ്? പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് ശരീരത്തോടുകൂടി എടുക്കപ്പെട്ടു എന്നാണ് അവർ തീരുമാനത്തിൽ. 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധനായ ജോൺ സമഷിൻ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. മറിയത്തിൻ്റെ ശരീരം നിയമപ്രകാരം അടക്കം ചെയ്തുവെങ്കിലും അത് അപ്രകാരം ആയിരിക്കാനും അഴുകിപ്പോകാനും ദൈവം അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരം നശിക്കാനോ നാശത്തിന് വിധേയമാവാൻ ദൈവം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവം സ്വർഗത്തിലേക്ക് അത് എടുത്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവണം. മാർട്ടിൻ ലൂതർ പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിലാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കത് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് മാർട്ടിൻ ലൂതർ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ, ഇത് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ബൈബിളിലെ 3 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വയ്ക്കുകയാണ്. ബൈബിളിൽ നടന്ന 3 സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ, ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം വന്നിട്ട് ഹേനോക്കിനെ കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 18 തുടങ്ങി 24 വരെ വചനങ്ങളിലാണ് ഹേനോക്കിനെ കുറിച്ച് പറയുന്നത്. അതായത് ഹേനോക്ക് യാര്യതിൻ്റെ മകനായിരുന്നു. അതായത് ഹേനോക്കിന് 65 വയസ്സ് പ്രായമായപ്പോൾ മെത്തുശലക് എന്ന് പറഞ്ഞ ഒരു മകൻ ജനിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഹേനോക്കിന് 65-ാമത്തെ വയസ്സായപ്പോൾ ഹേനോക്കിന് മെത്തുശലക് എന്ന് പറഞ്ഞ ഒരു മകൻ ജനിക്കുകയാണ്. അപ്പോൾ ഈ മെത്തുശലക് എന്ന വാക്കിൻ്റെ അർത്ഥം ഇവൻ മരിച്ചാൽ ജലപ്രളയം ഉണ്ടാകും, ഇവൻ മരിച്ചാൽ ദ ഗ്രേറ്റ് ഫ്ലഡ്, ഈ ലോകത്ത് ഈ ഭൂമി മുഴുവനും വെള്ളം വന്ന് നിറയും, ഒരു നാശം ഉണ്ടാകും എന്ന് ആർക്ക് മനസ്സിലായി? ഹേനോക്കിന് മനസ്സിലായി. അപ്പോൾ ഇതിന് ശേഷം, ഈ മകൻ ജനിച്ചതിന് ശേഷം 300 വർഷം ഹേനോക്ക് ജീവിച്ചു. ഈ 300 വർഷം ഹേനോക്ക് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾ കേട്ടോ. ഹേനോക്കിന് 65 വയസ്സ് പ്രായമായപ്പോൾ മെത്തുശലക് എന്ന മകനുണ്ടായി. മെത്തുശലകിൻ്റെ ജനത്തിന് ശേഷം ഹേനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടില്ല, ദൈവം അവനെ എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ 300 വർഷം അവൻ എങ്ങനെ ജീവിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് ഒരൊറ്റ വരിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം ഈ 300 വർഷം ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ മകൻ, തനിക്ക് ജനിച്ചിരിക്കുന്ന ഈ മെത്തുശലക് എന്ന് പറഞ്ഞ മകൻ, അവൻ മരിച്ചാൽ ഈ ലോകം ജലപ്രളയം ഉണ്ടാവും, എല്ലാ ലോകത്തുള്ള സകല മനുഷ്യരും നശിച്ചു പോകുമെന്ന് ഹേനോക്കിന് അറിയാമായിരുന്നു. അപ്പോൾ അവന് ഒരു അസുഖം വരുമ്പോൾ, മകനൊരു അസുഖം വരുമ്പോൾ ഉടനെ ഹേനോക്ക് പറയും, ദൈവത്തോട് ഉടനെ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠനായി വിശ്വസ്തനായി ജീവിച്ചു ഹേനോക്കിനെ കുറിച്ച് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടില്ല. കണ്ട, ദൈവത്തിന് പ്രിയങ്കരനായി ഒരു മനുഷ്യൻ ജീവിച്ചപ്പോൾ ആ മനുഷ്യനെ, ഹേനോക്ക് എന്ന് പറയുന്ന മനുഷ്യനെ, ദൈവത്തോട് വിശ്വസ്തയോടെ ജീവിച്ച മനുഷ്യനെ ദൈവം ഈ ലോകത്ത് നിന്ന് ശരീരത്തോടുകൂടെ എടുത്തു എന്ന് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് മോശ പ്രവാചകനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, മോശ പ്രവാചകനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോശ പ്രവാചകൻ. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടദാസനായിരുന്നു മോശ, ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മോശ. ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ട, 40 വർഷം നയിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ദൈവം മോശയ്ക്ക് കൊടുത്തത്. അത് അക്ഷരം പ്രതി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു മോശ. അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു മോശയ്ക്ക്. മോശയുടെ മരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ഡിയോട്രോണമി, നിയമാവർത്തന പുസ്തകം 34-ന്റെ 5 തൊട്ട് 7 വരെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: കർത്താവിൻ്റെ ദാസനായ മോശ അവിടുന്ന് അരുളി ചെയ്തതുപോലെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് ബെത്ഫോയറിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു.
എന്നാൽ ഇന്ന് വരെ അവൻ്റെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിവില്ല. അതായത് മോശയെ അടക്കി, മോശയെ എവിടെ അടക്കിയെന്നോ അവൻ എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ജൂദാസിൻ്റെ ലേഖനമുണ്ട്. ജൂദാസിൻ്റെ ലേഖനം നമുക്ക് അതിന് ജൂദാസിൻ്റെ ലേഖനം അതിൽ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രധാന ദൂതനായ മിക്കായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. കണ്ട, മോശയുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് പുതിയ നിയമത്തിൽ യൂദായുടെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. മോശയുടെ ശരീരത്തെ ദൈവം പ്രധാന പുരോഹിതനായ മിക്കായേലിനെ അയച്ച് ഈ മോശയുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ നോക്കിയാൽ ദൈവത്തിന് പ്രിയങ്കരനായി ദൈവത്തോട് വിശ്വസ്തയോടെ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയെ, മോശ പ്രവാചകനെ, അവൻ്റെ ശരീരത്തോടുകൂടെ ആത്മാവോടുകൂടെ ദൈവം സ്വർഗത്തിലേക്ക് തൻ്റെ മാലാഖയെ അയച്ച്, തൻ്റെ പ്രധാന ദൂതനായ മുഖ്യദൂതനായ മിക്കായേലിനെ അയച്ച് മോശയെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇനി 3-ാമത്തെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് തരുന്നത് ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകന്മാരുടെ നിങ്ങൾക്കറിയാം, ഏലിയ പ്രവാചകൻ്റെ പുസ്തകം 1 രാജാക്കന്മാർ 1 കിങ് 18-ാം അധ്യായം 20 തുടങ്ങി 38 വരെ അതിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഏലിയ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോട് ഭയങ്കര വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു ഏലിയ പ്രവാചകൻ. നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ബാലിൻ്റെ ഒരു സംഭവം നടക്കുകയാണ്. ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേര്, അതായത് ജനം മുഴുവനും ബാൽദേവനെ, സത്യദൈവമായ യഹോവയെ വിട്ട് ബാൽദേവനെ ആരാധിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ പറയാണ്, നിങ്ങൾ എത്ര കാലം 2 വഞ്ചിയിൽ കാലിട്ട് ജീവിക്കും? നിങ്ങൾ ഒന്നുപോലെ ബാലിൻ്റെ കൂടെ ജീവിക്കുക, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കും എന്ന് പറയുമ്പോൾ അവർ ഒരു ബെറ്റ്, അവിടെ ഒരു പന്തയം വയ്ക്കുകയാണ്. അതായത് ബാൽദേവൻ 450 ബാൽദേവൻ്റെ പ്രവാചകന്മാർ 450 പേരുണ്ട്. അവരോട് പറയാണ്, നിങ്ങൾ ഒരു കാളയെ ബലിയർപ്പിക്കുക, നിങ്ങളുടെ ദേവൻ അത് സ്വീകരിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനും ഒരു കാളയെ ബലിയർപ്പിക്കാം, എൻ്റെ ദൈവം ഇത് സ്വീകരിക്കുമോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ബാൽദേവൻ്റെ 450 പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുക്കനും രാജാവും എല്ലാം അവിടെ നിൽക്കുകയാണ്. അവർ 450 പ്രവാചകന്മാരും ഒരു കാളയെ എടുത്ത് വെച്ചിട്ട് അവർ തീ കൊളുത്താൻ പാടില്ല. തീ കൊളുത്താതെ ദൈവം ബലി സ്വീകരിക്കണം. അങ്ങനെ അവർ കുറേ നേരം പ്രാർത്ഥിച്ചു, വെട്ടിമുറിച്ച് എന്തൊക്കെയോ ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഏലിയ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏലിയ പ്രവാചകൻ 12 കല്ലെടുത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി. തൻ്റെ തകർന്നു പോയ 12 ഗോത്രങ്ങളുടെ പ്രതീകമായിട്ട് 12 കല്ലെടുത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി. അതിൻ്റെ മേൽ വിറകടുക്കി, അതിൻ്റെ മേൽ ഇതാ ബലിവസ്തു വയ്ക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, അതിന് ചുറ്റും ഒരു ചാല് കെട്ട ഒരു ചാല് ഉണ്ടാക്കാൻ. എന്നിട്ട് 4 കുടം വെള്ളം ഒഴിക്കാൻ പറയുന്നു, ബലിവസ്തുവിൻ്റെ മേലും ഈ ചാലിൻ്റെ മേലും. അങ്ങനെ 3 പ്രാവശ്യം ഒഴിക്കാൻ പറയുന്നവർ. 4 3 12 12 കുടം വെള്ളം ഒഴിച്ച് ആ ചാലും ബലിവസ്തുവും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏലിയ പ്രവാചകൻ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ആ ബലിപീഠം ദഹിപ്പിച്ച് കളയണം. ആ ബലിവസ്തുവും ബലിപീഠവും എല്ലാം ദഹിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഏലിയ പ്രവാചകൻ, ആ ഏലിയ പ്രവാചകനെ ദൈവം എടുക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് 2 രാജാക്കന്മാർ 2 Kings chapter 2 verse 9-12 പറയുന്നുണ്ട്. ഏലിയായും ഏലീഷായും സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയാശങ്ങളും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. കണ്ട, ഒരു ചുഴലിക്കാറ്റിൽ തൻ്റെ പ്രിയങ്കരനായ, തൻ്റെ വിശ്വാസമുള്ള ഒരു ദാസനായ ഏലിയായെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. അപ്പം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 പേരുടെ സംഭവങ്ങൾ കണ്ടു. അതായത് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച 3 വ്യക്തികളായിരുന്നു ഏലിയായും ഹേനോക്കും മോശയും ഏലിയായും. ഇവരെ 3 പേരെയും ദൈവം ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുത്തു. അതുപോലെ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമകളായിരുന്ന പരിശുദ്ധ കന്യകാമറിയം, പുത്രനായ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യേശുക്രിസ്തുവിനോട് കൂടെ കുരിശിൻ ചുവട് വരെ പോയി നിന്ന പരിശുദ്ധ കന്യകാമറിയം,
അതിനുശേഷം ഇതാ സെഹിയോൻ ഊട്ടിശാലയിൽ പന്തകുസ്ത തിരുനാൾ ദിവസം ശിഷ്യന്മാരെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന പരിശുദ്ധ കന്യാമറിയം, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയം, ആ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. യേശുവിന് ജന്മം കൊടുക്കുന്നത് ജന്മം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യാമറിയത്തെയാണ്. അതുപോലെ സഭയ്ക്ക് ജന്മം കൊടുക്കാൻ അതേ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തതും പരിശുദ്ധ കന്യാമറിയത്തെയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ പേടിച്ചിരുന്ന ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിരുന്ന പരിശുദ്ധ കന്യാമറിയം അവരിലേക്ക് പന്തകുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവ് തീനാളങ്ങളായി പറന്നിറങ്ങുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 12-ാം പിയൂസ് മാർപ്പാപ്പ 1950 മുനിഫെസെന്റിസമസ് ഡിയോസ് എന്ന തിരുവെഴുത്തിലൂടെ ഈ വിശ്വാസ സത്യം ഈ ലോകത്തിന് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അമലോത്ഭവയും ദൈവമാതാവുമായ നിത്യകന്യാമറിയം തൻ്റെ ഈ ലോക ജീവവാസത്തിന് ശേഷം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിത്യതയിലുള്ള വിശ്വാസം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നമ്മൾ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുമ്പോൾ അതിൽ 3 വിശ്വാസ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റുചൊല്ലുന്നത്. ഒന്നത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, 2 പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം, 3 നിത്യതയിലുള്ള വിശ്വാസം. പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടെ നമ്മളും ജീവിച്ചാൽ, നമ്മൾ വിശ്വാസത്തിൽ മാത്രമല്ല അത് പ്രവൃത്തിയിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളും ഒരു ദിവസം പരിശുദ്ധ മറിയത്തെ പോലെ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അവസരം യേശുക്രിസ്തു എനിക്ക് തന്നത്, പിതാവായ ദൈവം എനിക്ക് തന്നതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു ജോ സർ. ഒത്തിരി ഇൻഫർമേറ്റീവ് ആണ് സാറിന്റെ ടോക്ക്. ഓ മൈ ഗോഡ്, നിങ്ങൾക്കൊന്നും അറിയാമോ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ജെറിറ്റ ഇസ് ഹിയർ വിത്ത് എ ബ്രേക്കിംഗ് ന്യൂസ് ഫോർ യു ഓൾ. പെനിവെൽ ടിവിക്ക് വേണ്ടി വാർത്തകൾ വായിക്കുന്നത് ജെറിറ്റ. ഞാൻ തനിച്ചൊരു മുറിയിലായിരിക്കുന്നത് കൊണ്ട് മാസ്ക് ധരിച്ചിട്ടില്ല. നിങ്ങൾ മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരു വാർത്ത. ബദലേം നഗറിൽ ഒരു രാജാവ് ഭൂജാതനായി. സീറോ മലബാർ സഭയിലെ ഈ വർഷത്തിന്റെ മഹത്വം എന്താണ്? ഭൂജാതനായ രാജാവ് ആരാണ്? വാർത്തകൾ വിശുദ്ധമായി. നല്ല തണുപ്പുള്ള രാത്രി. ജോലി കഴിഞ്ഞ് ആട്ടിടയന്മാർ ഉറങ്ങുകയായിരുന്നു. ആ ആട്ടിടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ടർ നിധി വിശുദ്ധമാക്കി. നിധി, അവിടെ എന്താണ് സംഭവിച്ചത്? കേൾക്കാമോ? ഞാനിപ്പോൾ ബത്ലഹേം നഗറിലാണ്. ഇന്നലെ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. ഈ സന്തോഷ വാർത്ത പകരുവാൻ ആട്ടിടയന്മാരിൽ ഒരുവനായ യാക്കോബ് നമ്മുടെ കൂടെ ഉണ്ട്. ആ യാക്കോബ്, ഇന്നലെ ആടുകളിനെ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഉറങ്ങിയായിരുന്നു. പെട്ടെന്നൊരു സൗണ്ട്. നമ്മളൊക്കെ സ്റ്റണ്ണായി. ഈ വക സൗണ്ട് ജീവിതത്തിൽ കേട്ടിട്ടില്ല കേട്ടാ. നിങ്ങൾ അവിടെ ആരെയാണ് കണ്ടത്? അത് നമ്മള് മുഖ സ്വപ്നത്തിലൊക്കെ കാണുന്ന ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ അവരോട് സംസാരിച്ചോ? പക്ഷേ
ഞങ്ങൾ സ്റ്റണ്ടായി പേടിച്ച് നിക്കല്ലായിരുന്നോ? എന്താണ് സംഭവിച്ചത്? ഞങ്ങള് പേടിക്കണത് കൊണ്ട് മാലാക പറഞ്ഞ് പേടിക്കണ്ടെന്ന്. ഞങ്ങൾക്ക് രക്ഷകൻ ജനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആകാശത്തെ സ്റ്റാറിനെ കാണിച്ചിട്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ അവരെ ഫോളോ ചെയ്തോ? ആ, ഞാൻ അവിടെ പോയപ്പോ എന്റെ ബ്രോ എന്ത് പറയാനാ, നല്ല തങ്ങും കൂടെ പോലെ ഒരു ക്രാവ്. എന്തൊരു അത്ഭുത ബ്രോ. അവിടെ ചെന്നപ്പോ ആ ക്രാവ് നല്ല തേജസ്. എവിടേക്കാണ് നിങ്ങൾ ചെന്നത്? ഞാനൊരു തോഴത്തന്. അവിടെ ചെന്നപ്പോ നമ്മുടെ മരപ്പണിക്കാര് ജോസഫും മേരിയും അവർക്ക് കുഞ്ഞി ജനിച്ചത്ര. കാര്യം ഒന്നുമില്ലട്ടാ, നമ്മുടെ രക്ഷകൻ തന്നെയാ, നമ്മുടെ രക്ഷകൻ, ഒരു ഡൗട്ടും ഇല്ല. ജെറീറ്റ, ചരിത്ര ബഹുലമായ സംഭവങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാഴിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്ന ഉണ്ണീശോയെ കാണാനാണ് എല്ലാവരും ചെന്നിരിക്കുന്നത്. പെനുവേൽ ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ കാത്രീനോടൊപ്പം നിധി. നന്ദി നിധി. ഈ സംഭവത്തെയാണ് ലോകം മുഴുവനും ക്രിസ്തുമസ് ആയി ആഘോഷിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ വർഷമായി ആചരിക്കാമെന്ന് തീരുമാനിച്ചു. അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ അവസാനിച്ചു. പെനുവേൽ ടിവി പ്രേക്ഷകർക്ക് നന്ദി. ഇത് എന്തായാലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെ. താങ്ക് യു ജെറിറ്റ ഫോർ ദ വണ്ടർഫുൾ ന്യൂസ്. ശരി, നമ്മൾക്കൊരു പാട്ട് കേട്ടാലോ? എന്ത് പാട്ട്? അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു പാട്രിയോട്ടിക് സോങ് ആണ്. നമുക്ക് കേട്ടാലോ? വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം, വന്ദേ മാതരം. സുപ്രജ്യോത്സ്നാ പുലകിതയാമിനി, ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനി, സുഹാസിനി സുമധുര ഭാഷിനി, സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. വന്ദേ മാതരം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് ഫീലിംഗ് അല്ലേ? താങ്ക് യു ടീന മാം ഫോർ യുവർ ലവ്ലി സോങ്. നെക്സ്റ്റ് നമുക്കായി ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ വരുന്നു നിക്സൺ ആൻഡ് ഫാമിലി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ കർത്താവേ, എന്റെ കണ്ണിൽ കാഴ്ച കിട്ടി, എന്റെ കർത്താവേ, എന്റെ കണ്ണിൽ കാഴ്ച കിട്ടി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. താങ്ക് യു നിക്സൺ ആൻഡ് ഫാമിലി. ഒത്തിരി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നുണ്ട്, മാതാവിൻ്റെ പാട്ട്. നമ്മളുടെ ഡാഫ്ന ചേച്ചി റെഡിയായി ഈ പാട്ടിന്. നമുക്ക് ഒന്ന് കേട്ടാലോ? കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിരനേ, കൂടെ നടന്നിരനേ, സാത്താനെ ദൂരെ അകറ്റിരനേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ,
കാവൽ മാലാഖമാരെ നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ട് പാടിയ പുണ്യത്തായേ. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ട് പാടിയ പുണ്യത്തായേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വർഗവും ഭൂമിയും കൂട്ടി വിലക്കും യാക്കോബൻ കോവനി നീ, കർത്താവിൻ ദാസൻ ഞാൻ എന്നൊരു വാക്കിനാ രക്ഷകൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിലക്കും യാക്കോബൻ കോവനി നീ, കർത്താവിൻ ദാസൻ ഞാൻ എന്നൊരു വാക്കിനാ രക്ഷകൻ അമ്മയും നീ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. നന്മ നിറഞ്ഞവൾ എന്ന് മാലാഖ ചൊല്ലിയതത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോലമാര് ശക്തൻ. നന്മ നിറഞ്ഞവൾ എന്ന് മാലാഖ ചൊല്ലിയതത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോലമാര് ശക്തൻ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഭൂമിയിലും സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ, ജപമാലയാകും കാട്ടാവാരേന്തി തിന്മയകറ്റും ഞങ്ങൾ. ഭൂമിയിലും സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ, ജപമാലയാകും കാട്ടാവാരേന്തി തിന്മയകറ്റും ഞങ്ങൾ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പാട്ട് സൂപ്പർ. താങ്ക് യു ഡാഫ്നി ചേച്ചി. പാട്ടിന്റെ കൂടെ തന്നെ നമ്മുടെ റിയൽ മേരിയൻ ഫാമിലിയുടെ ഒരു ടാബ്ലും ഉണ്ടായിരുന്നു. സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേട്ടോ. പിന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ. ജോയൽ ഫ്രം 3rd standard has a special surprise for you all. This is my t-shirt painting painted for Independence Day. I have painted our national flag in the form of dove. It's flying for peace. Happy Independence Day. Thank you. പാട്ട് കേട്ടു, സ്കിറ്റ് കണ്ടു, ഇനിയൊരു ഡാൻസ് ആയാലോ? ദാവെന്ന് നമ്മളുടെ ഫ്രണ്ട് ചേച്ചി. പ്ലീസ് വെൽക്കം ഫ്രണ്ട് ചേച്ചി ഫോർ എ വണ്ടർഫുൾ ഡാൻസ്. ശരണം നമ്പിനേൻ യേശുനാഥ, ശരണം നമ്പിനേൻ യേശുനാഥ, ശരണം നമ്പിനേൻ യേശുനാഥ. ഇത് തരുണം തരുണം உன்றன் கருணை கூர்வேதா, சரணம் நம்பினேன் യേശുനാഥா. நின்னருளால் இங்கே வந்து என்றும் நின்னடைங்கல
என்னையே தந்து முன்னால் வினையை துறந்து முன்னால் வினையை துறந்து அதிமூலமே உனக்கோலம் ரட்சியுமின்றி சரணம் நம்பினேனே சுனாதா. இனிய கருணை பொழிவேதா என்னை இருக்கரத்தாலனை என் கிறிஸ்துநாதா. இனிய கருணை பொழிவேதா என்னை இருக்கரத்தாலனை என் கிறிஸ்துநாதா. கனிவீனை நீக்கிய நீதா கரி சனி பரி சானி பனி சனி பம கனிவீனை நீக்கிய நீதா. நசரை கர்த்தாதி கர்த்தா உன் கருணையை தாத்தா சரணம் നമ്പിനേനേ സുന. ആൻസി, ഇത് എന്ത് പ്രോഗ്രാമാ? അമ്മ എന്റെ നന്മ. ഓക്കെ ഓക്കെ, നമ്മുടെ ടീച്ചേഴ്സിന്റെ സർപ്രൈസ് പ്രോഗ്രാം. വാവ്, ഐ ആം സോ എക്സൈറ്റഡ്. നമുക്കൊന്ന് കേൾക്കാം. ദൈവമാതാവ്, അത് എത്ര അവാച്യമായ സ്ഥാനമാണ്. അത് മറിയത്തിൻ്റെ അതിവിശിഷ്ടമായ നിധി തുറക്കാനുള്ള താക്കോലാണ്. ബലഹീനമായ മനുഷ്യ മനസ്സിനെ കാണാൻ അതാണ് ഏറ്റവും ഉപകരിക്കുക. അത്യുന്നതമായ സ്ഥാനത്ത് മറിയത്തെ കാണാൻ അത് സഹായിക്കുന്നു. ഭൂമിക്കും ആകാശത്തിനും മീതെ അവൾക്ക് അങ്ങനെ ഉയരാനാവും. ദൃശ്യമോ അദൃശ്യമോ ആയ ഒരു ജീവിക്കും ആ പദവിയിലേക്ക് ഉയർന്നതായി അവകാശപ്പെടാനാവില്ല. 12 മെയ് 40. യോവാക്കിമിൻ്റെയും അന്നയുടെയും എത്രയും പവിത്രയായ പുത്രി, നീ ദൈവത്തിൻ്റെ മണവാട്ടിയും അമ്മയുമാകാൻ വേണ്ടി അധികാരങ്ങളിലും ശക്തികളിലും നിന്ന് മറയ്ക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവറയിൽ വസിക്കുകയും മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഡമശീൻ. മറിയം ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ അമ്മയാണ്, ദൈവമാതാവാണ്. കന്യകാമറിയത്തെ ഈശോയുടെ അമ്മയായി തിരഞ്ഞെടുത്തു എന്നത് സർവശക്തനായ ദൈവം മനുഷ്യരാശിക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. വിശുദ്ധ ബനവന്തൂര. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് വിശുദ്ധ ജോൺ ഡമിഷ്യൻ പറഞ്ഞ വാക്കുകൾ: ഓ ദൈവമാതാവേ, നിന്നിൽ ആശ്രയിച്ചാൽ ഞാൻ രക്ഷ പ്രാപിക്കും. നീ എന്നെ പാലിച്ചാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. നീ എന്നെ സഹായിച്ചാൽ ശത്രുക്കളെയെല്ലാം ഞാൻ യുദ്ധം ചെയ്ത് തുരത്തും. എന്തുകൊണ്ടെന്നാൽ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ആയുധമാണ് നിന്നോടുള്ള ഭക്തി. നമ്മുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ പീറ്റർ ഡാമിയൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവകരുണയുടെ നിക്ഷേപങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണ്. ദൈവസുതൻ അങ്ങയിലൂടെ ഞങ്ങളുടെ ഇടയിൽ ആഗതനായതുപോലെ ഞങ്ങൾ അങ്ങയിലൂടെ അവൻ്റെ അടുത്തേക്ക് വരണം. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ മാതാവേ, അങ്ങയുടെ കൂടെ വിശ്വസിക്കുവാൻ, പ്രത്യാശിക്കുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുക. ദൈവരാജ്യത്തിലേക്കുള്ള പാത ഞങ്ങൾക്ക് കാണിച്ചു തരിക. സമുദ്രതാരമേ, ഞങ്ങളുടെ മേൽ പ്രകാശിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുക. ബെനഡിക്ട് 16 മാർപ്പാപ്പ. വിശുദ്ധ അംബ്രോസ് ദൈവമാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമ്മളിലും ഉണ്ടാവട്ടെ. അമ്മയെപ്പോലെ നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക ചൈതന്യത്തിൽ ജീവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുവാനും നമുക്ക് ഇടയാവട്ടെ. മാതാവ് വണങ്ങപ്പെടുന്നതോടുകൂടി പുത്രൻ
അതിലുപരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഇരണേവൂസ് പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ അംബ്രോസ് ദൈവമാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഏണിയാണ്. ഏണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർക്ക് മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ്. പരിശുദ്ധ കന്യക സൗമ്യതയുടെയും കരുണയുടെയും മാതാവാണ്. സ്നേഹത്തിലും ഔദാര്യത്തിലും അവൾ മറ്റ് ആരുടെയും പിന്നിലല്ല. വിശുദ്ധ ലൂയി മോൺഫോർട്ട്. സാനിയ, സൂപ്പറായിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ സല്യൂട്ട്. ഇത്രയും തിരക്കിനിടയിൽ നമ്മൾക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. താങ്ക് യു ടീച്ചേഴ്സ്. വി ലവ് യു ഓൾ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഓവറല്ലേ? ബട്ട് ബിഫോർ എൻഡിങ്, shall we know about interesting facts about Independence Day? Let's welcome Anita Chichi and her friends to say some interesting facts. Hi everyone, I wish you all a happy Independence Day. Since it is the 75th Independence Day of India, in this video we are going to see few interesting facts about India. Have you ever thought how did our country get its name as India? Well, our country got its name India from the river Indus, which was once a home for our country's first inhabitants. They settled near the river Indus, which was originally called as Sindhu River. But some Pharisees who came there called it as Indu or Indus in their language. And after a few years, when the British came here, they called our country as India eventually. So this is how our country got its name as India. So on this day, let us pray for the people in India and all over the world to overcome this pandemic of COVID-19 so that we could meet each other and greet each other well. So I wish you all a very happy Independence Day. Stay happy and healthy. Thank you. Hi friends, I am going to say about Independence Day. We celebrate Independence Day on 15th August of every year. Independence Day in India is a national holiday. It commemorates the nation's struggle for freedom. It reminds us of the sacrifices of the freedom fighters. Every state and union territory celebrate it with much enthusiasm and enjoyment. The Prime Minister of India unfurls the flag from ramparts of Red Fort, followed by national anthem. President addressed the nation on the eve of Independence Day. In state, Chief Minister unfurls the flag followed by pardons and cultural procession. It is one of the greatest festival of democracy. Thank you. India is known as Bharat Ganarajya in Sanskrit. That is why the country is popularly called as Bharat in Hindi. Mountbatten chose 15th August as the Indian independence as it coincided with the date of Japan's surrendering to the Allied forces after World War II. India shares its Independence Day with 5 more countries on August 15, but with different years. The countries are Bahrain, North Korea, South Korea, Congo, and Liechtenstein. 6 interesting facts about India. Our country got its name from the river Indus, which was the home to the oldest civilization of the world, the Harappan civilization. No other country has ever been invaded by India in the last 1000 centuries of its history. India is popularly known as Bharat Ganarajya in Sanskrit. That is why our country is called Bharat in Hindi. India shares its Independence Day with 5 other countries, but with different years. The 5 countries are Bahrain, North Korea, South Korea, Congo, and Liechtenstein. India had 562 princely states before independence. Goa, the smallest state of India,
was under the Portuguese rule even after our independence. And it was in 1961 that India got Goa from the Portuguese. Thank you. Our national song Vande Mataram was composed by Bankim Chandra Chatterjee. It was indeed part of his novel Anandamath, written in 1880s. This song was first sung by Rabindranath Tagore in 1896. Vande Mataram was adopted as the national song on 24th January 1950. പാട്ട് സൂപ്പർ. താങ്ക് യു ഡാഫ്നി ചേച്ചി. പാട്ടിന്റെ കൂടെ തന്നെ നമ്മുടെ റിയൽ മേരി ആൻഡ് ഫാമിലിയുടെ ഒരു ടാബ്ലും ഉണ്ടായിരുന്നു. സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേട്ടോ. പിന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ. ജോയൽ ഫ്രം 3rd സ്റ്റാൻഡേർഡ് ഹാസ് എ സ്പെഷ്യൽ സർപ്രൈസ് ഫോർ യു ഓൾ. This is my t-shirt painting painted for Independence Day. I have painted our national flag in the form of dove. It's flying for peace. Happy Independence Day. Thank you. പാട്ട് കേട്ടു, സ്കിറ്റ് കണ്ടു, ഇനിയൊരു ഡാൻസ് ആയാലോ? ദാവെന്ന് നമ്മളുടെ ഫ്രണ്ട് ചേച്ചി. പ്ലീസ് വെൽക്കം ഫ്രണ്ട് ചേച്ചി ഫോർ എ വണ്ടർഫുൾ ഡാൻസ്. சரணம் நம்பினேன் இயேசுநாதா. சரணம் நம்பினேன் இயேசுநாதா. சரணம் நம்பினேன் இயேசுநாதா. இது தருணம் தருணம் உன்றன் கருணை கூர்வேதா. சரணம் நம்பினேன் இயேசுநாதா. நின்னருளால் இங்கே வந்து என்றும் நின்னடைங்கலமாக என்னையே தந்து. நின்னருளால் இங்கே வந்து என்றும் நின்னடைங்கலமாக என்னையே தந்து. முன்னால் வினையை துறந்து முன்னால் வினையை துறந்து அதிமூலமே உனக்கோலம் ரட்சியுமின்றி சரணம் நம்பினேன் இயேசுநாதா. இனிய கருணை பொழிவேதா. என்னை இருக்கரத்தாலனை என் கிறிஸ்துநாதா. இனிய கருணை பொழிவேதா. என்னை இருக்கரத்தாலனை என் கிறிஸ்துநாதா. கனிவீனை நீக்கிய நீதா. கரி சனி பரி சானி பனி சனி பம கனிவீனை நீக்கிய நீதா. நசரை கர்த்தாதி கர்த்தா உன் கருணையை தாத்தா. சரணம் நம்பினேன் இயேசுநாதா. ആൻസി, ഇത് എന്ത് പ്രോഗ്രാമാ? അമ്മ എന്റെ നന്മ. ഓക്കെ ഓക്കെ, നമ്മുടെ ടീച്ചേഴ്സിന്റെ സർപ്രൈസ് പ്രോഗ്രാം. വാവ്, ഐ ആം സോ എക്സൈറ്റഡ്. നമുക്കൊന്ന് കേൾക്കാം. ദൈവമാതാവ് അത്
എത്ര അവാച്യമായ സ്ഥാനമാണ്. അത് മറിയത്തിൻ്റെ അതിവിശിഷ്ടമായ നിധി തുറക്കാനുള്ള താക്കോലാണ്. ബലഹീനമായ മനുഷ്യ മനസ്സിന് കാണാൻ അതാണ് ഏറ്റവും ഉപകരിക്കുക. അത്യുന്നതമായ സ്ഥാനത്ത് മറിയത്തെ കാണാൻ അത് സഹായിക്കുന്നു. ഭൂമിക്കും ആകാശത്തിനും മീതെ അവൾക്ക് അങ്ങനെ ഉയരാനാവൂ. ദൃശ്യമോ അദൃശ്യമോ ആയ ഒരു ജീവിക്കും ആ പദവിയിലേക്ക് ഉയർന്നതായി അവകാശപ്പെടാനാവില്ല. 12-ാം ലൂയിസ് മാർപ്പാപ്പ. യോവാക്കീമിൻ്റെയും അന്നയുടെയും എത്രയും പവിത്രയായ പുത്രി, നീ ദൈവത്തിൻ്റെ മണവാട്ടിയും അമ്മയുമാകാൻ വേണ്ടി അധികാരങ്ങളിലും ശക്തികളിലും നിന്ന് മറയ്ക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവറയിൽ വസിക്കുകയും മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഡമഷീൻ. മറിയം ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ അമ്മയാണ്, ദൈവമാതാവാണ്. കന്യകാമറിയത്തെ ഈശോയുടെ അമ്മയായി തിരഞ്ഞെടുത്തു എന്നത് സർവശക്തനായ ദൈവം മനുഷ്യരാശിക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. വിശുദ്ധ ബനവന്തൂര. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് വിശുദ്ധ ജോൺ ഡമിഷ്യൻ പറഞ്ഞ വാക്കുകൾ. ഓ ദൈവമാതാവേ, നിന്നിൽ ആശ്രയിച്ചാൽ ഞാൻ രക്ഷ പ്രാപിക്കും. നീ എന്നെ പാലിച്ചാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. നീ എന്നെ സഹായിച്ചാൽ ശത്രുക്കളെയെല്ലാം ഞാൻ യുദ്ധം ചെയ്ത് തുരത്തും. എന്തുകൊണ്ടെന്നാൽ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ആയുധമാണ് നിന്നോടുള്ള ഭക്തി. നമ്മുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ പീറ്റർ ഡാമിയൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവകരുണയുടെ നിക്ഷേപങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണ്. ദൈവസുതൻ അങ്ങയിലൂടെ ഞങ്ങളുടെ ഇടയിൽ ആഗതനായതുപോലെ ഞങ്ങൾ അങ്ങയിലൂടെ അവൻ്റെ അടുത്തേക്ക് വരണം. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ മാതാവേ, അങ്ങയുടെ കൂടെ വിശ്വസിക്കുവാൻ, പ്രത്യാശിക്കുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുക. ദൈവരാജ്യത്തിലേക്കുള്ള പാത ഞങ്ങൾക്ക് കാണിച്ചു തരിക. സമുദ്രതാരമേ, ഞങ്ങളുടെ മേൽ പ്രകാശിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുക. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ. വിശുദ്ധ അംബ്രോസ് ദൈവമാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമ്മളിലും ഉണ്ടാവട്ടെ. അമ്മയെപ്പോലെ നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക ചൈതന്യത്തിൽ ജീവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുവാനും നമുക്ക് ഇടയാവട്ടെ. മാതാവ് വണങ്ങപ്പെടുന്നതോടുകൂടി പുത്രൻ അതിലുപരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഇരണേവൂസ് പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ അംബ്രോസ് ദൈവമാതാവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഏണിയാണ്. ഏണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർക്ക് മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ്. പരിശുദ്ധ കന്യക സൗമ്യതയുടെയും കരുണയുടെയും മാതാവാണ്. സ്നേഹത്തിലും ഔദാര്യത്തിലും അവൾ മറ്റ് ആരുടെയും പിന്നിലല്ല. വിശുദ്ധ ലൂയി മോൺഫോർട്ട്. സാനിയ, സൂപ്പറായി ഉണ്ടായിരുന്നില്ലേ? നമ്മളുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ സല്യൂട്ട്. ഇത്രയും തിരക്കിനിടയിൽ നമ്മൾക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. താങ്ക് യു ടീച്ചേഴ്സ്. വി ലവ് യു ഓൾ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഓവറല്ലേ? Thank you, Anita teacher, and all my friends for this wonderful collab. Last but not least, we have two beautiful songs by Nidila Varun and family and Immaculate and family.
സംഗീതം തേടി വരുന്നു ഞങ്ങൾ നെഞ്ചാഴത്തോടിയണഞ്ഞവരെ നീ ഒരു കാലം കൈവിടില്ലല്ലോ തായേ ഒരു കാലം കൈവിടില്ലല്ലോ തായേ ഉണ്ണിയേശുവേ കൂടെ വരാമോ കൂട്ടുകാരനായി കൂടെ വരാമോ ഉണ്ണിയേശുവേ കൂടെ വരാമോ കൂട്ടുകാരനായി കൂടെ വരാമോ വീട്ടിൽ വരാമോ എന്റെ സ്കൂളിൽ വരാമോ കൂടെ വരാമോ എന്റെ കൂട്ടിൽ വരാമോ വീട്ടിൽ വരാമോ എന്റെ സ്കൂളിൽ വരാമോ കൂടെ വരാമോ എന്റെ കൂട്ടിൽ വരാമോ ലാ 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 പായസം തരാം വലിയ പപ്പടം തരാം ഉണ്ണിവയറ് നിറയെ ചോറ് തന്നിടാം പായസം തരാം വലിയ പപ്പടം തരാം ഉണ്ണിവയറ് നിറയെ ചോറ് തന്നിടാം ലാ 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 പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി എന്റെ കൂട്ടുകാരൻ ജോസഫ് ഇതാ വരുന്നു. വെൽക്കം ജോസഫ്. Good morning to all. I am happy to stand before you today to give the vote of thanks. Today, August 15th, is an important day in the church and in our country. We are celebrating the Assumption of Our Lady. Let us follow the example of Mother Mary by surrendering ourselves to the will of God. We are proud to celebrate the 75th Independence Day of India. Let us remember the sacrifice made to achieve this freedom, and let us work together for the progress of our nation. I extend my gratitude to our Vicar, Reverend Father Joseph, our Headmistress Shobha Ma'am, and all the teachers for organizing this program. A special thanks to all the parents for supporting and encouraging us children. I thank the Catechism Department of St. Joseph's Church, Kaundapalayam. Jai Hind! Thank you, Joseph. Thank you everyone for watching this program. Next program varnavare, be tuned to our channel. Bye. Bye.